ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഫ്രീ ടൈമിൽ നമ്മൾ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരേപോലെയുള്ള ഈ ബോറടിച്ച ജീവിതത്തിൽ കുറച്ചും കൂടി ഹാപ്പിനെസ് കൊണ്ടുവരാനൊക്കെ സാധിക്കും. അപ്പോൾ ഒഴിവ് സമയം, ഫ്രീ ടൈം നമ്മൾ വീട്ടമ്മമാർക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട്പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചില സ്കിൽസ് ഒക്കെ നമുക്ക് ബിസിനസ് ഐഡിയാസ് ആയിട്ട് ചേഞ്ച് ചെയ്താൽ എങ്ങനെയുണ്ടാവും? ഉദാഹരണത്തിന്, നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ടിഫിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്താലോ. അതുപോലെ നല്ല രീതിയിൽ ബേക്ക് ചെയ്യുന്ന ആളുകളാണ്, നല്ല കുക്കീസ് അതുപോലെ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ എടുത്ത് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഒഴിവ് സമയങ്ങളെ ഇതുപോലെ നമ്മുടെ സ്കിൽസിനെ ബിസിനസ് ഐഡിയ ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സ് നിറയ്ക്കുന്ന കാര്യം മാത്രമല്ല ഇത്, നമുക്ക് മാനസികമായിട്ട് എൻഗേജ്ഡ് ആവാമെന്ന് മാത്രമല്ല, കൂടുതൽ നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനും സാധിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഒരിക്കലും വൈകിട്ടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എത്ര പ്രായമായാലും ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു പരിധിയില്ല. നമ്മുടെ കഴിവുകളെ നമുക്ക് ബിസിനസ് ഐഡിയാസ് ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ച് നോക്കൂ. നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോർ വഴി സെല് ചെയ്യാലോ. അപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്കൊരു സ്കില്ലും അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ സ്കില്ല് പഠിച്ച് ചെയ്യാലോ. ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ നമുക്കറിയാം, അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യവും നമുക്ക് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയുന്ന സമയത്ത് ഇതിനെയൊക്കെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ആ സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ച് നോക്കും. ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകളും ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കാം, വീട്ടിൽ നമുക്കൊരു ഗാർഡൻ ഉണ്ടാക്കാം. നല്ല ഫ്ലവേഴ്സ് അതുപോലെ ലീഫി വെജിറ്റബിൾസ് ഒക്കെ വീട്ടിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എന്ത് സുഖമല്ലേ. ഒരു തരത്തിലുള്ള പെസ്റ്റിസൈഡ്സും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലൊരു മാർഗ്ഗമാണ് ഫ്രീ ടൈം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത്, ഗാർഡനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്താം. അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ തന്നെ പ്രകൃതിയോട് ഇണങ്ങി അവർ വളരട്ടെ. എനിക്കിപ്പോൾ ചെറിയ ചില പരിമിതികളുണ്ട്. കാരണം ഫ്ലാറ്റിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് സ്ഥലത്തെ എനിക്ക് എന്തെങ്കിലും രീതിയിൽ ചെറിയ എന്തെങ്കിലും ചെടികൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് ചെറിയ തോതിൽ ചെടികളൊക്കെ നട്ട് വളർത്തി നമ്മുടെ ആ ഫ്രീ ടൈം കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ, അപ്പം നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ഇതുപോലെ നമ്മുടെ ബാൽക്കണി ഒരു ചെറിയ ഗാർഡനാക്കി മാറ്റുക. അതുപോലെ തന്നെ വീട്ടിൽ ഇതുപോലെ വെജിറ്റബിൾസ് വെച്ച് പിടിപ്പിക്കുക. നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതുപോലെ നല്ല ഫ്ലവേഴ്സൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ലേ? അപ്പം നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് ഇങ്ങനൊരു കാര്യവും കൂടി വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നതാണ്. പൊതുവേ നമ്മൾ വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പെയിൻറ്റിങ്, ഡാൻസിങ് അതുപോലെ റൈറ്റിംഗ്, എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ അതിൽ നിന്ന് വിട്ടുപോരാൻ തുടങ്ങും. നമുക്ക് വീട്ടിലെ പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് നമ്മളുടെ ചുമലിലാവുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ വിട്ടിട്ടായിരിക്കും നമ്മൾ പിന്നെ നമ്മുടെ ഫുൾ ടൈം നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള പാഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാവും. ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ പാഷൻസ് ഫോളോ ചെയ്യാം. എന്ത് കാര്യം ചെയ്യാനായിരുന്നു നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകാം. ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഒരു ദിവസത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ചിലർക്ക് എഴുതാനായിരിക്കും ഇഷ്ടം, സ്റ്റോറീസോ അല്ലെങ്കിൽ നോവൽസൊക്കെ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക. നമ്മുടെ പാഷൻസ് എന്താണോ അത് ഫോളോ ചെയ്യാനും അത് തുടർന്ന് കൊണ്ടുപോകാനും നമ്മൾ ഫ്രീ ടൈം ഉപയോഗിക്കാം. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാം. മെയിനായിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമുക്ക് ഈ ഫ്രീ ടൈം ഉപയോഗിച്ചുകൂടെ? നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ലാംഗ്വേജ് ഒരുപാട് ബുദ്ധിമുട്ടി, നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പഠിക്കാനായിട്ട്. ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്യാം. കാരണം ഇന്നത്തെ കാലത്ത് ലാംഗ്വേജ് ലേണിങ്ങിനായിട്ട് ഒരുപാട് ആപ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. മിക്കതും ഫ്രീ ആപ്സ് ആണ്. പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആപ്സിൻ്റെ സഹായം നമുക്ക് തേടാവുന്നതാണ്.
നമ്മൾ ഈ ലാംഗ്വേജ് പഠിച്ചിട്ട് എവിടെ പോകാനാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ. കാരണം നമുക്കിത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. കൂടുതലായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ടാർഗറ്റ് വെക്കാം. ഇന്ന് ഞാനൊരു 5 വാക്ക്, നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ലാംഗ്വേജിൽ ഒരു 5 വാക്ക് ഞാൻ ഇന്ന് പഠിക്കും എന്ന് നമ്മളൊരു ടാർഗറ്റ് വെച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കിയേ. പൈസ മുടക്കാതെ തന്നെ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഫ്രീ ആപ്സ് നമുക്ക് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബുക്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്ക് ഓൺലൈനിലാണെങ്കിലും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. സ്വയമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് മേടിച്ച് നമുക്ക് വീട്ടിൽ തന്നെ പഠിക്കാം. ഇതൊക്കെ ഒരു നേരം പോക്കിനാണെങ്കിലും നമുക്ക് ഭാവിയിലേക്ക്, ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് ഉപകാരമുള്ള കാര്യങ്ങളാണ്. ഒഴിവ് സമയത്ത് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഇതുപോലെ പുതിയ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് കരുതിയിട്ട് ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഇല്ലാത്ത പല വീട്ടമ്മമാരുമില്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം, ഇൻഫോംഡ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയത്ത് നമുക്ക് കുറച്ച് ന്യൂസുകൾ കാണാം, നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാം. ഇങ്ങനെ നമ്മൾ അറിവുകൾ എപ്പോഴും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ടെന്ന് ഉള്ളതിനെ കുറിച്ചിട്ട് നല്ല അറിവോടുകൂടി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒഴിവ് സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും കണ്ട് വെറുതെ സമയം കളയുന്ന സമയത്ത് ഇടയ്ക്കെങ്കിലും, ദിവസത്തിൽ ഒരു നേരമെങ്കിലും ന്യൂസ് കാണാനോ അങ്ങനെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒഴിവ് സമയത്ത് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സെൽഫ് കെയർ. ഇതിനു മുമ്പ് വീട്ടമ്മമാരുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാൻ മറക്കരുത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല മെൻ്റൽ ഹെൽത്തിനും ഒരുപാട് ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലിരിക്കുകയാണല്ലോ, പുറത്തൊന്നും പോകണില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെ തന്നെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാതിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ വീട്ടിലിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നമ്മൾ വേണ്ട കെയർ എല്ലാം കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്ത് കാര്യമാണ് ഇപ്പോൾ വേണ്ടതെന്ന് അന്വേഷിച്ച് അവർക്ക് യാതൊരു കുറവുകളും കൂടാത്ത രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ട്. ഇത്തരം കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുകയെന്ന് മനസ്സിലാവും. ഇപ്പോൾ സ്കിൻ കെയർ ആണെങ്കിൽ തന്നെ ആഴ്ചയിൽ 1-2 തവണ ഒരു ഫേസ് പാക്ക് ഇടാനോ, സ്കിൻ കെയർ ഡെയിലി മുടങ്ങാണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഫ്രീ ടൈമിലെങ്കിലും ആ കാര്യം ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടമ്മമാർ എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷേ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യില്ല, നമുക്ക് വേണ്ടി, അതായത് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ ശ്രദ്ധിക്കില്ല. ഫിസിക്കൽ ഫിറ്റ്നസ് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണല്ലോ, ഒരു ഹെൽത്തി മൈൻഡ് ഉണ്ടാവണമെങ്കിൽ ഒരു ഹെൽത്തി ബോഡി ആവശ്യമാണെന്നൊക്കെ. അതായത് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം എത്രയാണോ അതിൽ നിന്ന് ചെറിയൊരു ഭാഗം നമ്മൾ മസ്റ്റായിട്ടും നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനായിട്ട് മാറ്റിവെക്കണം. ജിമ്മിലൊന്നും പോയി വർക്കൗട്ട് ചെയ്യാന്നുള്ളത് എല്ലാവർക്കും പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം. സുംബ, യോഗ, എയറോബിക്സ് വർക്കൗട്ട്സ്, അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഏത് തരത്തിലുള്ള എക്സസൈസ് ആണോ അതിലെ നമ്മൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് നമ്മളെ ഫ്രീ ടൈമിനെ നമ്മൾ ഉപയോഗിക്കണം. മാത്രമല്ല നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോണായിട്ടുള്ള ഡോപ്പമൈൻ റിലീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാനസിക ആരോഗ്യത്തിനും ഈ ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് ഇനി തൊട്ട് ഒഴിവ് സമയത്ത് നമുക്ക് ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്സിനായിട്ട് മാറ്റിവെക്കാവുന്നതാണ്. ഒഴിവ് സമയത്ത് വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റീഡിങ്ങിൻ്റെ മഹത്വത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. റീഡിങ് നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചിലർക്ക് നോവൽസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് സെൽഫ് ഹെൽപ്പ് ബുക്സ് ആയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. പിന്നീട് അതിലുള്ള ബുക്സ് നമ്മൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒഴിവ് സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത യാതൊരു കാര്യങ്ങളും ചെയ്യാൻ തോന്നില്ല എന്ന് മാത്രമല്ല, എത്രത്തോളം ബുക്ക് വായിക്കാമോ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്ന പോലെയുള്ള ക്രേവിങ്സ് ആയിരിക്കും നമുക്ക് അത്തരത്തിലുള്ള ബുക്സ് വായിച്ചു തീർക്കാനുള്ള ക്രേവിങ്സ്. ഇപ്പോൾ ഞാൻ കൂടുതൽ വായിക്കുന്നത് സെൽഫ് ഹെൽപ്പ് ബുക്സ് ആണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സെൽഫ് ഹെൽപ്പ് ബുക്സ് ചിലതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
നമുക്ക് എത്ര പ്രായമായാലും നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്കത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് തന്നെ കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് വായിച്ച് അറിയാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒഴിവ് സമയത്ത് വേറൊന്നും ചെയ്യാനില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ റീഡിങ് നിങ്ങൾക്കൊരു ഹാബിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹാബിറ്റാക്കി നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബുക്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രീ ടൈമിൽ നമ്മൾ വീട്ടമ്മമാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് ചെയ്യാൻ സമയം കിട്ടില്ല, എനിക്കറിയാം. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രയോറിറ്റി എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അതുപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കൂ കേട്ടോ. പിന്നെ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി എന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ മാസത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, സമയമില്ല എന്നുള്ള പരാതി ഇനി വേണ്ട. ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് നമുക്ക് വീട്ടമ്മമാർക്ക് ടൈം മാനേജ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല, നിങ്ങൾക്ക് അടുക്കളപ്പണി കഴിഞ്ഞിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, അടുക്കള ജോലികൾ പെട്ടെന്ന് തീർക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാൻ മറക്കരുത്. അപ്പോൾ ഒഴിവ് സമയങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.